ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശനൈശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി മെയ് 8-ന് പ്രതിഷ്ഠിക്കാനുള്ള ഭക്ത ആഞ്ജനേയ ശിലാവിഗ്രഹത്തെ സ്വീകരിച്ചു. ക്ഷേത്രം പുരോഹിതൻ ആരതി അർപ്പിച്ചു. ഭക്തരും ചടങ്ങിൽ സംബന്ധിച്ചു. രാവിലെ കൽപ്പാത്തി രാമധ്യാന മഠത്തിൽ നിന്നും പുറപ്പെട്ട വിഗ്രഹം ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രത്തിലെ ആരതിക്ക് ശേഷം കോഴിക്കോട് മിഠായിത്തെരുവ് ഹനുമാൻ കോവിലിൽ എത്തിച്ചു. മിഠായിത്തെരുവ് ഹനുമാൻ കോവിലിൽ നിന്നും പുറപ്പെട്ട വിഗ്രഹ സ്വീകരണ ഘോഷയാത്ര മേലേപ്പാളയം വൈരാഗിമഠം, മേലേപ്പാളയം എകർന്നപറമ്പ് പച്ചനായികി അമ്മൻ ക്ഷേത്രം, തളി തെക്ക് തെരുവ് രേണുക മാരിയമ്മൻ ക്ഷേത്രം, ശ്രീ കന്യകാ പരമേശ്വരി ക്ഷേത്രം, തളി ബ്രാഹ്മണ സമൂഹ മഠം, തളി ശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം, തളി ശിവക്ഷേത്രം, തളി ശ്രീരാമക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ആരതികൾ ഏറ്റുവാങ്ങി തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി. വേദഘോഷത്തോടും രാമമന്ത്രങ്ങളോടും കൂടി വിഗ്രഹത്തിന് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്ര മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ ആരതി അർപ്പിച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അധ്യാത്മരാമായണ സപ്താഹ യജ്ഞത്തിന്റെ സമാപന വേദിയിലെ ഭക്തജനങ്ങളും സ്വീകരണത്തിൽ പങ്കെടുത്തു. യജ്ഞവേദിയിൽ വേദഘോഷത്തോടും രാമമന്ത്രങ്ങളോടും കൂടി വിഗ്രഹത്തിന് സ്വീകരണം നൽകി. തുടർന്ന് ശ്രീരാമ പട്ടാഭിഷേകം, യജ്ഞസമർപ്പണം എന്നിവ നടന്നു. ചിന്മയ സ്വരാഞ്ജലിയുടെ പരിപാടി, തരങ്കിണി ഭജൻസ് ഗ്രൂപ്പിന്റെ ഭജൻസ്, ഡോക്ടർ കെ വാഗീഷിന്റെ സംഗീത കച്ചേരി എന്നിവയും നടന്നു. മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായുള്ള ഭജനോത്സവം ഏപ്രിൽ 9-ന് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നടുവട്ടം സ്വദേശിയായ തയ്യൽ തൊഴിലാളിക്ക് CS